ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ഓൾമോസ്റ്റ് 9 months ആയിട്ടുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. ലോങ് വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ കുറേ കാരണമുണ്ട്, പക്ഷെ അതൊന്നും ഒരു കാരണമായി കൂട്ടാൻ പറ്റില്ല. സോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ കുറേ പേര് എന്താ നമ്മളെ വീഡിയോ കാണാനായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ മോട്ടിവേഷൻ യൂനോ. പിന്നെ ഓരോരുത്തർ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറയും, അവർ വർക്കിന് പോയപ്പോൾ അവിടുത്തെ ഒരു ചോദിച്ചു, ഇവിടുത്തെ ഒരു ചോദിച്ചു. സാനിയുടെ വീഡിയോ കാണാറുണ്ട്. മെയിൻലി ഇപ്പോൾ എൻ്റെ ട്രാവൽ കണ്ടൻസ് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര എന്താ പറയുക റീച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ UK ഉള്ള കുറച്ച് മിക്ക ആൾക്കാർക്കും എൻ്റെ ഫേസ് ഫെമിലിയർ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കുറേ പേര് എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുള്ളത്. അവരെല്ലാവരും ചോദിച്ചു സാനിയുടെ ഫ്രണ്ടല്ലേ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ഭയങ്കരമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബും കൂടെ ഒന്നും എന്താ പറയുക ആക്റ്റീവ് ആവണം, യൂട്യൂബിലും കൂടെ ലോങ് വീഡിയോ ചെയ്തിട്ട്. ബിക്കോസ് 1 minute റീലിൽ എനിക്ക് എല്ലാ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്താ പറയുന്നത് വെച്ചാൽ കമ്മിങ് ബാക്ക് ഞാൻ ഇതുവരെ നടന്ന എന്താ പറയുക ഒരു ബ്രീഫ് പറഞ്ഞുതരാം. എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെ കാര്യങ്ങളുണ്ടായി, ഞാൻ എത്രത്തോളം ചേഞ്ചായി, പിന്നെ അതേപോലെ എന്തൊക്കെ സ്ട്രഗിൾസ് ഞാൻ ഓവർകം ചെയ്തു, ഏതൊക്കെ സ്ഥലത്ത് ഞാൻ പോയി. പുറമെന്ന് കാണുന്നവർ ഫുള്ള് ഞാൻ കറക്കാണ്. എന്താ പറയുക, എപ്പോൾ നോക്കിയാലും പുറത്താ, എപ്പോൾ നോക്കിയാലും ട്രിപ്പിലാന്ന് പറയുന്നൊരു മൂഡാണ്. പക്ഷെ എന്താ പറയുക, എല്ലാവരുടെയും ലൈഫത്തെ പോലെ തന്നെ സ്ട്രഗിൾസ് ഉണ്ട് എനിക്ക്. കുറേ പേർക്കുള്ള ഡൗട്ടാണ് എനിക്ക് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ, പൈസ കിട്ടുന്നുണ്ടോ എന്ന്. ടു ബി ഹോണസ്റ്റ്, എനിക്കൊരു പേയ്മെൻറ്റും ഇന്നേ വരെ കിട്ടിയിട്ടില്ല. നിങ്ങളൊക്കെ വിചാരിച്ച് ഒരു 1 million വേണ്ട, ഒരു 1 lakh ആക്കി തന്നാൽ മേ ബി കുറച്ചൊക്കെ കിട്ടുമായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്തെങ്കിലും എന്താ പറയുക, നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസ് ഇട്ടാലല്ലേ നിങ്ങൾക്ക് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ തോന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ കമ്മിങ് ബാക്ക് ടു മൈ വ്ളോഗിങ്. ലാസ്റ്റ് ഞാൻ ഇട്ടത് എൻ്റെ മോനെ കാണാൻ പോയൊരു വ്ളോഗായിരുന്നു. അതായത് നാട്ടിൽ പോയതിന് ശേഷം. ആ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റീല് ഷോർട്സ് റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും എൻ്റെ കുറച്ചൊക്കെ ഉള്ളൊരു അപ്ഡേറ്റ്സ്, ലൈഫ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വന്നായിരുന്നു. മോനെ എന്താ പറയുക, കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മോനെ എന്താ കൊണ്ടുവരാത്തത്, മോനെ കൊടുന്നൂടെ എന്നൊക്കെ. മോനെ കൊണ്ടുവരാൻ ആഗ്രഹമില്ലാതിരിക്കൂ? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതല്ലേ, മോൻ്റെ കൂടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ്. നിങ്ങളതിന് വേണ്ടൊക്കെ പ്രാർത്ഥിക്കണം. അപ്പാർട്ട് ഫ്രം ട്രാവലിംഗ്, പിന്നെ എൻജോയ്മെൻറ്റ് എല്ലാം, എൻ്റെ പേഴ്സണൽ ലൈഫ് ആസ് യു നോ ഭയങ്കര സഡാണ്, ഭയങ്കര ഡിപ്രസീവാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ, നമ്മളിങ്ങനെ ഡിപ്രസ്സായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. എനിക്ക് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് കുറേ മെൻ്റൽ എന്താ പറയുക ഡിപ്രസീവ് സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ. ഭയങ്കര ചെറുതാകുമ്പോൾ തന്നെ 19-20 years ഒക്കെ ആകുമ്പോൾ എന്താ പറയുക പേഴ്സണൽ ലൈഫിൽ കുറേ ചാലഞ്ചസ് വന്നിട്ട് കുറേ ഡിപ്രസീവ് എപ്പിസോഡ്സ് കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ തീരുമാനമെടുത്താണ് ഐ ആം സെൽഫിഷ് ഫോർ മൈ ഹാപ്പിനെസ്. എനിക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് അത് ഞാൻ ചെയ്യും. അതാരുടെയും ദ്രോഹിച്ചിട്ടോ അല്ലെങ്കിൽ അതാരുടെയും വേറെ ആൾക്കാരുടെ സന്തോഷം കെടുത്തിയിട്ടൊന്നുമല്ല. ആരെയും ദ്രോഹിക്കുന്നു, ആരെയും ഒന്നും ചെയ്യുന്നൊന്നുമില്ല. എനിക്ക് എൻ്റെ എന്താ പറയുക, ഐ ആം വർക്കിംഗ് ഹാർഡ്, ഐ എം മേക്കിംഗ് മണി ആൻഡ് ഐ എം ട്രാവലിംഗ് വിത്ത് ഇറ്റ്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആരുടെ പൈസയോ വേറെ ആരുടെയെങ്കിലും പോക്കറ്റ് കാലിയാക്കിയിട്ടോ
വേറെ ആരുടെയെങ്കിലും ഔദാര്യത്തിൽ നിന്നെടുത്ത് പൈസ കൊണ്ടൊന്നും ഞാൻ ട്രിപ്പും ട്രാവലും നടത്തുന്നില്ല. എൻ്റെ സ്വന്തം ഏൺ ചെയ്ത മണി കൊണ്ടാണ് ഞാൻ എന്താ പറയുക ആഘോഷിക്കുന്നത് വരാൻ പറ്റില്ല. ഓരോ ട്രാവലെന്ന് ഓരോ ട്രിപ്പെന്ന് പറഞ്ഞാൽ ഓരോ മെമ്മറീസാണ് എനിക്ക്. എന്താ പറയുക, എവ്രി വൺ ഷുഡ് ഗോ ഫോർ എ സോളോ ട്രിപ്പ്. അത് ഞാൻ എല്ലാവരോടും പറയും. ഗ്രൂപ്പ് പോണ പോലെയോ അല്ലെങ്കിൽ വേറെ പാർട്ട്ണറിൻ്റെ കൂടെ പോണ പോലെയോ അല്ല. നമ്മൾ ലൈഫിൽ ഒരു വട്ടെങ്കിലും സോളോ ട്രിപ്പ് ഒന്ന് പോയി നോക്കണം. എന്നാലാണ് നമുക്ക് ലൈഫിൽ എന്താ എല്ലാ ഡിസിഷൻസും നമുക്ക് സ്വന്തമായിട്ട് എടുക്കാനുള്ളൊരു പ്രാപ്തി വരുള്ളൂ. പിന്നെ എന്ത് ചെയ്യണം നമ്മൾ എന്താ പറയുക, നമ്മൾ പെട്ടുപോണ നിമിഷങ്ങളുണ്ടാവില്ല, അത് നമ്മളെങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും അതൊക്കെ ലേൺ ചെയ്യാനും പിന്നെ കുറേ ആൾക്കാരെ മനസ്സിലാക്കാനും കുറേ കാര്യങ്ങൾ, കുറേ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവരെ ഡീപ്പ് ഇൻ ടു ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സോളോ ട്രാവലിംഗ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് സോളോ പോണത്. പിന്നെ സോളോ പോണെന്താ വെച്ചാൽ ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സൊന്നും എന്താ പറയുക എൻ്റെ പോലെ സഡൻ അങ്ങനത്തെ അങ്ങനെ പ്രിപ്പയർ ആവുന്ന ആൾക്കാരല്ല. എനി ടൈം അവർക്ക് സമയമെടുത്ത് ആലോചിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ പ്രോപ്പർ ഐറ്റിനറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണം അവർക്ക് ട്രിപ്പ്. പക്ഷേ എനിക്ക് സഡൻ തോട്ട്സാണ്. എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു വലിയൊരു കഥയാണ്. എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ലണ്ടൻ ഞാൻ ഒറ്റയ്ക്ക് പോയതാണ്. അപ്പോൾ ഞാൻ ലണ്ടനിലല്ലേ താമസിക്കുന്നതെന്ന് വിചാരിക്കും നിങ്ങളെല്ലാവരും. പക്ഷേ UK മെയിൻ UK മെയിൻ ഭാഗമാണ് ലണ്ടൻ. ക്യാപിറ്റൽ എന്നൊക്കെ പറയും പോലെ. ക്യാപിറ്റൽ എന്ന് പറയുമോ? പറയുമായിരിക്കും. അതാണ് ലണ്ടൻ. പക്ഷെ ഞാൻ അവിടെ നിന്നൊക്കെ കുറേ ലിവർപൂൾ ആയിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി വാറിങ്ടൺ ആണ് താമസിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ലണ്ടൻ പോണത് UK വരുന്ന ഓരോ മലയാളിക്കും ഒരു ഡ്രീമാണ്. കാരണം എല്ലാവർക്കും ഡ്രീമാണ്, എല്ലാവരുടെയും ഡ്രീം പ്ലേസാണ് ലണ്ടൻ. ഞാനതിൻ്റെ ലൈഫിൽ എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അതായത് ഞാൻ ദുബായിൽ പോയി സെറ്റിൽ ചെയ്യുമെന്ന് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, അങ്ങനെയാണ് ഞാൻ ട്രെയിൻ ചെയ്ത് വന്നത്. ബിക്കോസ് എൻ്റെ റിലേറ്റീവ്സ് ആയാലും എൻ്റെ മാമന്മാരായാലും എൻ്റെ ബ്രദേഴ്സ് ആയാലും എൻ്റെ ഉപ്പ ആയാലും ഒക്കെ എന്താ ഗൾഫ് ബേസ്ഡ് ആണ് അവർ. മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആണ്. അപ്പം ഞാനും കരുതിയത് ഞാനും ഒരു ദുബായ്ക്കാരനെ കല്യാണം കഴിച്ച് ഒരു ദുബായിൽ സെറ്റിൽ ചെയ്ത് ദുബായിൽ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹമുള്ള കുട്ടി തന്നെയായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ വർക്ക് ചെയ്ത് ഫാമിലീനെ നോക്കി അങ്ങനെ നിൽക്കണമെന്നായിരുന്നു എനിക്ക് എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അത് തന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളൂ. അത്രയും കുറഞ്ഞ സ്വപ്നത്തിലുള്ളൊരു എന്താ പറയുക ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതായത് അങ്ങനെ ഇതുപോലെ ഇപ്പോഴത്തെ പോലത്തെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഡ്രീംസ് ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഉണ്ട്. അത് നമ്മുടെ എന്താ പറയുക, ഒരാളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡ്രീം ലൈഫും ഉണ്ടാവും, അവരുടെ ജീവിക്കുന്ന ലൈഫും ഉണ്ടാവും. അതിൽ ഒരു ഡ്രീം ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ. പക്ഷേ ഞാൻ എങ്ങനെ ആവും എന്നുള്ളത് ഇങ്ങനെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു ദുബായ്ക്കാരനെ കല്യാണം കഴിച്ച് അവരുടെ മക്കളെ നോക്കി ദുബായിൽ സെറ്റിൽ ചെയ്ത് വർക്ക് ചെയ്ത് മക്കളെ നോക്കി ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു കുടുംബിനിയായിട്ട് നിൽക്കുന്നതായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ മൈൻഡിൽ അങ്ങനെ ആയിരുന്നു. ഞാൻ അങ്ങനെ തന്നെ ആവാനായിരുന്നു ഒരു ദുബായ്ക്കാരനായിട്ട് എൻ്റെ വീട്ടുകാരെന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും. എൻ്റെ വീട്ടുകാർക്കും അങ്ങനെ തന്നെ ആയിരുന്നു ആഗ്രഹം. ആസ് ഞങ്ങൾ മുസ്ലിംസ് ആയ കാരണം വി ആർ മോർ ഇൻ ടു മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. അങ്ങനെ ആയിരുന്നു. പിന്നെന്താ 19 വയസ്സിലായിരുന്നു ആ സംഭവ വികാസങ്ങളൊക്കെ നടന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ എപ്പോഴും തോന്നും, അതൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഉണ്ടായത് നന്നായി. അങ്ങനത്തെ ഒരു എന്താ പറയുക സംഭവം ഭയങ്കര ഡിപ്രസീവാണ് എൻ്റെ ലൈഫ്. 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. പിന്നെ അവിടുത്തെ ബുദ്ധിമുട്ടുകളും എന്താ പറയുക അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല കേട്ടോ. ബിക്കോസ് എനിക്കത് ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത എൻ്റെ ലൈഫിലെ കുറച്ച് കാലഘട്ടമാണ് ആ സമയം.
അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടി ഉണ്ടാകുന്നു. പിന്നെ കുട്ടീനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതും പിന്നെ സോഷ്യൽ ബുള്ളിങ് അതിനൊന്നിനും പോരാത്തതിന് പിന്നെ ആസ് യൂഷ്വൽ ദാമ്പത്തിക പ്രശ്നങ്ങൾക്കും പുറമെ ഗാർഹിക പീഡനം എന്നൊക്കെ പറയാം. ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെറുതായി പോവും. അധികം അപ്പുറം അനുഭവിച്ചു ആ കുഞ്ഞു പ്രായത്തിൽ. 19 വയസ്സിൽ അതൊക്കെ അനുഭവിച്ചു. ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നും അതൊക്കെ ഉണ്ടായത് നന്നായി. അതൊക്കെ അങ്ങനെ ഒരു ബ്രേക്കപ്പും അങ്ങനെ ഒരു ഡിവോഴ്സും ഒക്കെ നടന്നത് നന്നായി. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ആവുമായിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ അങ്ങനെ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കാണുമായിരുന്നോ? ഞാൻ എന്താ പറയുക, ഇത്രയും കൺട്രീസിൽ ഞാൻ പോകുമായിരുന്നോ? പറ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 9 കൺട്രീസിൽ ഞാൻ പോയി. യെസ്, അതിൽ മിക്കതും സോളോ ആയിരുന്നു. പിന്നെ കുറച്ചൊക്കെ ഗ്രൂപ്പായിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത്രയും രാജ്യങ്ങൾ പോകുമായിരുന്നു. അതൊക്കെ നടന്നത് നന്നായി എന്ന് എപ്പോഴും എനിക്ക് തോന്നും. കുറേ ലൈഫിൽ നമുക്ക് ലെസൺസ്, കുറേ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയില്ലേ. അങ്ങനെ ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ ഒരു പ്രണയത്തിൽ കൂടിയും ഒരു ബ്രേക്കപ്പിൽ കൂടിയും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടിയും ഒരു എന്താ പറയുക പേഴ്സണൽ പ്രോബ്ലംസ് കൂടിയും ഒക്കെ പോകണം. ഒക്കെ പോയാലാണ് അവരൊരു ഫൈനായിട്ടുള്ള എന്താ പറയുക ഫൈനായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ആം ഇൻ ദാറ്റ് പ്രോസസ്സ്. എന്താ പറയുക, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലാണ് ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാനാവും. ബിക്കോസ് ഐ ഗോട്ട് എ ബാഗ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മൈ ബാക്ക്. അങ്ങനെയല്ല പറഞ്ഞ് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് പേഴ്സണൽ ലൈഫിലായാലും പിന്നെ ഇങ്ങനെ യാത്രകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയാലും അങ്ങനെ കുറേ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കുറച്ച് വിഷമങ്ങൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഈ ലിവർപൂളിൽ നിന്ന് വിട്ട് വാരിങ്ടൺ വന്നിട്ട് ഇതിൻ്റെ 4ാമത്തെ റൂമാണ് മാറുന്നത്. ഞാൻ ലിവർപൂളാകുമ്പോൾ ഒറ്റ റൂമിലേ എന്നെ നിന്നിട്ടുള്ളൂ ആകെ. പിന്നെ അധികം ത്രൂ ഔട്ട് ആ ഒരു റൂമിൽ തന്നെയാണ് നിങ്ങളൊക്കെ കാണുന്ന ആ വ്ളോഗുകളിലെ വീട്ടിൽ തന്നെ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വാരിങ്ടൺ വന്നതിന് ശേഷം ഞാനിത് 4ാമത്തെ റൂമാണ് മാറുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര പാടാണ് റൂം ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം, റൂം ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ഒക്കെ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി കൺട്രി സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, വാരിങ്ടൺ എന്ന് പറഞ്ഞ അതുപോലത്തെ കൺട്രി സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവുമാണ് റൂംസ്. പിന്നെ അതുപോലെ പെട്ടെന്ന് കിട്ടൂല്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ കുറേ മാറിയപ്പോഴും ഓരോന്നിനും ഓരോ അനുഭവമായിരുന്നു. ഫൈനലി ഇത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ എത്തി. സ്റ്റിൽ എന്താ പറയുക, എനിക്ക് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് ഇതാണ് എൻ്റെ റൂം. ബട്ട് സ്റ്റിൽ ഐ ആം ലൈക്ക് പീസ്ഫുൾ ആണിപ്പോൾ. ഇതുവരെ എനിക്ക് പീസ്ഫുൾ ആയിരുന്നില്ല. ഭയങ്കര സ്ട്രഗിൾസ് ആയിരുന്നു. ലാൻഡ് ലോഡ്സിൻ്റെ ഭാഗത്തു നിന്നായാലും ഷെയർഡ് ഹൗസിൽ താമസിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളായാലും ഒക്കെ. അപ്പോൾ അതിന് ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തിരിക്കണം. പിന്നെ ഓരോ റൂമ് മാറുമ്പോഴും നമ്മളെ സാധനങ്ങൾ വെച്ച് നടക്കുന്ന ഒരു നടത്തമുണ്ട്. ഐ മീൻ എനിക്കൊരു ലോഡ് സാധനമുണ്ട്. ഞാൻ വന്നത് തന്നെ 79 കിലോനായിട്ടാണ് നോർത്താംപ്ടണിക്ക് വന്നത്. എന്നിട്ട് ആ 79 കിലോ മൊത്തം ലിവർപൂളിലേക്ക് എത്തിച്ചു. ലിവർപൂളിൽ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ലിവർപൂളിലത്തെ ലൈഫായിരുന്നു എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ടൈം. വാരിങ്ടൺ വന്നതിന് ശേഷം വർക്ക് റിലേറ്റഡ് നോക്കുമ്പോൾ ഐ ആം ഹാപ്പി ആൻഡ് ഐ എം വെരി പീസ്ഫുൾ ആൻഡ് വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് ഓൾ. പക്ഷെ റൂമിൻ്റെ കാര്യം നോക്കുമ്പോൾ എനിക്ക് അത്ര ഇപ്പോഴും അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. ഞാൻ വിചാരിച്ച രീതിയിലുള്ളൊരു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മോൻ്റെ കാര്യം. മോനെ കൊണ്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആഗ്രഹം ഇല്ലാതിരിക്കുമോ? എനിക്ക് ആഗ്രഹം ഇല്ലാതിരിക്കുമോ? ഞാൻ എങ്ങനെ എന്താ പറയുക, നിങ്ങൾ കാണുന്ന
എന്താ പറയുക പൊട്ടിത്തെറിച്ചിട്ടുള്ള എന്താ പറയുക അങ്ങനത്തെ ജിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പും എൻജോയ്മെൻറ്റ് മൂഡൊക്കെ ഉള്ള ഒരു സാനിയനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ ഭയങ്കര എന്താ പറയുക കമ്മിറ്റഡ് ടു മൈ ഫാമിലി. എന്താ എസ്പെഷ്യലി എൻ്റെ മോനായിട്ട്. കാരണം അവനെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ലൈഫിലെ സ്ട്രഗിൾസ് തുടങ്ങുന്നത് തൊട്ടിട്ട് ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ എൻ്റെ സ്ട്രെങ്ത് ആയാലും എൻ്റെ വീക്ക്നെസ് ആയാലും എൻ്റെ മോനാണ്. എനിക്ക് വേറൊരു സൈഡ് ഉണ്ട്. ആസ് എ മദർ യു വിൽ ബി ലൈക്ക്, നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം വരും. എൻ്റെ മദർലി സൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എൻ്റെ മോനടുത്തുണ്ടെങ്കിൽ 24/7 ഞാൻ ഐ എൻജോയ് മൈ മദർഹുഡ്. ഞാൻ ഫുൾ ടൈം മദറാണ്. അവനെൻ്റെ ഉണ്ടാവുമായിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് നാട്ടിൽ പോയാലൊന്നും അങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ബിക്കോസ് ഞങ്ങളതായ സമയങ്ങൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഫോർ എ മെമ്മറി. അപ്പോൾ അങ്ങനത്തെ ഒരു സൈഡും കൂടെ ഉണ്ട് എനിക്ക്. ഞാൻ ഭയങ്കര എന്താ പറയുക, നിങ്ങളൊക്കെ വിചാരിക്കണേലും അപ്പുറമാണ് മോൻ്റെ കാര്യത്തിൽ. എന്താ പറയുക, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. ബട്ട് എസ്പെഷ്യലി എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഐ മീൻ എൻ്റെ കല്യാണം കഴിച്ച ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 1 വീക്ക്. നിങ്ങൾ ബിലീവ് ചെയ്താലും ഇല്ലെങ്കിലും വിത്തിൻ 1 വീക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാൻ കൺസീവ് ആയിരുന്നു. അത് എനിക്ക് മനസ്സിലാവുമായിരുന്നു. നമ്മുടെ ബോഡി ചേഞ്ച് ചെയ്യുമ്പോൾ ബോഡിയിലേക്ക് എനിക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ ബോഡിയിൽ ഏത് ഭാഗത്ത് എന്ത് ചേഞ്ച് വന്നാലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നിയാലും ഫീൽ ചെയ്താലും എനിക്കറിയായിരുന്നു. അപ്പോൾ എനിക്ക് 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും എന്താ പറയുക വയ്യായ്മകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പുതുപ്പെണ്ണ് എന്താ പറയുക ന്യൂലി മാരീഡ് എന്ന് പറയുന്ന ആ ഒരു ഫേസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ കൺസീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം മുതൽ ത്രൂ ഔട്ട്, ഇപ്പം എൻ്റെ മോനിക്ക് 6 വയസ്സ് കഴിഞ്ഞു, 7 വയസ്സാവാനായി. ത്രൂ ഔട്ട് ഈ ഒരു നിമിഷം ഞാൻ ഈ UK വരുന്നത് വരെ അവൻ്റെ സപ്പോർട്ടും സ്ട്രെങ്ത്തും തന്നെ ഉണ്ടായിട്ടാണ്. അപ്പോൾ സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുഞ്ഞുകുട്ടിക്ക് ഇതിന് മാത്രം എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, അവൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണതിനെക്കാട്ടിലും എന്താ പറയുക അത്രയും മെച്യൂർഡായിട്ട് എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇമ്മെച്യൂർ തോന്നും ചില സമയത്ത്. കാരണം ചില സമയത്ത് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കരയും, അവന് കരയുന്നില്ല. അവൻ ഇതുവരെ എൻ്റെ മോനെന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കേ എന്താ പറയുക എനിക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം പറഞ്ഞ് വാശി പിടിച്ച് ബഹളം വെക്കേ സീനാക്കേ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഓനക്ക് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, അത് ഓനക്കറിയാം. ഓനോട് ഞാൻ പറഞ്ഞിട്ടാണ് പോന്നിക്കണേ. ഓനോട് ഉമ്മ പഠിക്കാൻ പോവാണ് കേട്ടോ, UK പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഉമ്മ UK പോയിക്കണത് പഠിക്കാനാണ്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലം കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകും, അതുവരെ ഞാൻ അവിടെ പഠിക്കണം. അതൊക്കെ ഓനക്കറിയാം. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അവനത് ആക്സെപ്റ്റ് ചെയ്ത് അവൻ ഉൾക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര ഇമോഷണലാണ് ഞാൻ. അപ്പം ഞാൻ കരയും, അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയും. അപ്പം അവനെങ്ങനെ അറിയാം, അവൻ വീഡിയോ കോളിൽ വിളിച്ചിട്ട് എന്നോട് പറയും ഉമ്മ കരയല്ലേ നോക്കും, ഉമ്മൻ്റെ ബാഗ് ഇരിക്കണുണ്ടോ, ഉമ്മയുടെ ബുക്ക് ഇരിക്കണുണ്ടോ, നോക്ക് ബുക്ക് നോക്ക്, കരയല്ലേ, കണ്ണ് തുടക്ക്. അങ്ങനെ എൻ്റെ മോന് എന്താ പറയുക എന്നെ ഒരു കുട്ടിയായി കണ്ടിട്ടാണ് ഓൻ എന്നെ ആശ്വസിപ്പിക്കുക. അത് എന്ന് പറഞ്ഞാൽ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ലൈഫിൽ വല്ലാത്തൊരു ഫീലാണ്. എന്താ പറയുക ഒരു സ്വന്തം കുട്ടി നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് പീരിയഡ്സ് വന്നാലും ഒക്കെ അങ്ങനെ തന്നെ. എനിക്കറിയാം, അവന് യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറേ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ പീരിയഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പീരിയഡ്സ് ഉണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് വയറുവേദനയാണ് പീരിയഡ്സ് ആണ് പറഞ്ഞിട്ട് വോയിസ് ഇടും ഞാൻ വാട്സപ്പിൽ. അപ്പോൾ അവന് എന്നോട് റിപ്ലൈ വരും
ഈ സമയത്തേ നല്ല വെള്ളം കുടിക്കണം കേട്ടോ, ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചോ, എന്താണ് എന്നാ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ഇടും. ഭയങ്കര ക്യൂട്ടാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു വട്ടം സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അങ്ങനെ എൻ്റെ മോൻ്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യൽ കുറവാണ്. ബിക്കോസ് എനിക്ക് എന്താ പറയുക, എൻ്റെ മോൻക്കും എനിക്കും ആരുടെയും സഹതാപം വേണ്ട, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായാൽ മതി, ആരുടെയും സഹതാപം വേണ്ട. എനിക്ക് എന്നെ നോക്കിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ കുട്ടീനെ നോക്കിയിട്ടോ അയ്യോ പാവം എന്തല്ലേ അവസ്ഥ, എന്തൊരു കഷ്ടമാണ്, ഇങ്ങനെയൊക്കെ ജീവിതമായാൽ ഭയങ്കര പാടല്ലേ, അങ്ങനത്തെ ആ ഒരു അങ്ങനെ എന്നെ നോക്കി കാണുന്ന ആൾക്കാരെ എനിക്കിഷ്ടമില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് നിൽക്കാനും ഇഷ്ടമില്ല. സോ എന്താ പറയുക, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പക്ഷെ മിക്ക ആൾക്കാരും ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സിംഗിൾ മദറിനെ അങ്ങനെ നോക്കി കാണുള്ളൂ ഒരു സഹതാപത്തിൽ. പക്ഷെ എനിക്ക് എന്നെ നോക്കി കാണേണ്ടത് എന്താ വെച്ചാൽ, എന്താ പറയുക, ഒരു അത്രയും ചെറുപ്പത്തിലും അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ട് അവൾ ഇത്രയും വരെ എത്തിയില്ലേ, ഇനി അവൾ കുട്ടീനെയും കൊണ്ട് അടിപൊളിയായി നോക്കും, എന്താ അങ്ങനെ ഒരു സപ്പോർട്ട്, അങ്ങനെ ഒരു മോട്ടിവേഷൻ, അതാണ് എനിക്ക് ആഗ്രഹം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അല്ലാതെ നടന്നു അത് ആലോചിച്ച് അല്ലെങ്കിൽ അത് പറഞ്ഞ് എന്നോട് സഹതപിച്ച് എന്താ പറയുക, അതിൻ്റെ ഒരു ഇത് എനിക്കില്ല, അതിൻ്റെ ഒരു ആവശ്യവും എനിക്കില്ല. എന്താ പറയുക, അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ഇൻസ്റ്റഗ്രാം പറഞ്ഞാൽ യൂട്യൂബിനേക്കാളും കുറച്ചും കൂടെ വാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് എനിക്ക്. ഐ മീൻ കുറച്ചും കൂടെ ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബിനെക്കാട്ടിലും. അതുകൊണ്ടാണ് ഞാൻ അവനെ അങ്ങനെ എന്താ പറയുക അങ്ങനെ അതിൽ കൊണ്ടുപോയിട്ടിട്ടിട്ട് എപ്പോഴും ഇത് ആക്കലില്ല. പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇനിയിപ്പോൾ മേ ബി എനിക്ക് 1 ലക്ഷം അങ്ങനെയൊക്കെ ആയാൽ മതിയായിരുന്നു, അങ്ങനെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പം അറിയൂലെന്ന് ചോദിക്കും. അപ്പം അറിഞ്ഞോട്ടെ, യൂട്യൂബിൽ എന്നെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തുകളല്ലേ. കാരണം എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയണം എന്നുള്ളവരെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുള്ളൂ. എന്നെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, എൻ്റെ റീൽസിൻ്റെ ഞാൻ എവിടെയൊക്കെ പോകുന്നു, ഏതൊക്കെ ട്രിപ്പ് പോകുന്നു എന്നൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ മാത്രമാണ് ഇൻസ്റ്റഗ്രാമിലുള്ളൂ. അല്ലാതെ എന്നെ കൂടുതൽ അറിയണം അല്ലെങ്കിൽ എന്നെ കൂടുതൽ മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ലേ. ആകെ 2K സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിലും എവ്രി വേർഡ് ഈസ് ലൈക്ക് മുത്തുമണികൾ. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് എന്താ പറയുക ലോങ് വീഡിയോസൊക്കെ. ഇപ്പം ഞാൻ ഈ കുറേ പറഞ്ഞ് എടുക്കണ വീഡിയോസൊക്കെ അല്ലേ, അതൊക്കെ ആകെ കുറച്ച് പേരെ കാണുന്നുണ്ടാവുള്ളൂ. ആ കുറച്ച് പേര് മതിക്ക്, ആ കുറച്ച് പേരിൻ്റെ മുത്തുമണികളാ. അങ്ങനെ അപ്പം ഞാൻ ഓൾമോസ്റ്റ് 9 കൺട്രീസിൽ പോയി. ഏതോ 9 കൺട്രീസ് ചോദിക്കുമ്പോൾ ഇന്ത്യ ഒരു കൺട്രിയാണല്ലോ. ഇപ്പം ഇന്ത്യ, UK തന്നെ 4 കൺട്രീസ് ഉണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലാൻഡ് ആൻഡ് പിന്നെ ഇംഗ്ലണ്ടും. അത് എല്ലാം കൂടെ കൂടിയതാണ് UK. അപ്പോൾ ഈ ഒരു 4 എന്താ കൺട്രിന്നോ സ്റ്റേറ്റിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഫ്ലാഗും അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൺട്രി കാറ്റഗറിയിൽ പെടുത്തിയത്. പിന്നെ ഞാൻ ഖത്തറിൽ പോയായിരുന്നു, പിന്നെ ഞാൻ UAE പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ റീസെൻ്റ്ലി അൽബേനിയ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ മോണ്ടിനീഗ്രോ പോയിട്ടുണ്ടായിരുന്നു. മോണ്ടിനീഗ്രോൻ്റെ വീഡിയോ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക്, നോർത്തേൺ അയർലാൻഡിൻ്റെ വീഡിയോയും അതുപോലെ മോണ്ടിനീഗ്രോൻ്റെ വീഡിയോയും നന്നായിട്ട് നല്ല റീച്ച് പോയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നീഗ്രോ എന്ന് പറഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ ആ സ്ഥലമാണ്. പുള്ളിക്കാരൻ്റെ റിട്ടയർഡ് ലൈഫ് എവിടെ സെറ്റിൽ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു മോണ്ടിനീഗ്രോ. ആ സ്ഥലത്ത് നമ്മൾ പോയായിരുന്നു ലാസ്റ്റ്. ദാറ്റ് വാസ് നല്ലൊരു ഇതായിരുന്നു. ഞാൻ 24 സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്ട്രേഞ്ചേഴ്സ് പറഞ്ഞാൽ മലയാളീസ് തന്നെയാണ്, അറിയാത്തവരായിരുന്നു. അപ്പോൾ പക്ഷെ ഇപ്പം നല്ല ഫ്രണ്ട്സാണ് അവരെല്ലാവരും. അപ്പോൾ എപ്പോഴും സോളോ പോകണ എനിക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആക്കണമല്ലോ. ഇങ്ങനെ ആളുകളുമായി പോയാൽ എങ്ങനെയാവും, അവരുടെ വൈബ് എങ്ങനെ, അവരെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എന്നൊക്കെ അറിയാനുള്ളൊരു അവസരം കൂടെ ആയിരുന്നു അത്. ദാറ്റ് വാസ് റിയലി ഗുഡ്. അങ്ങനെ 9 കൺട്രീസ് ഞാൻ കവർ ചെയ്തു. ഇനിയും കവർ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ അതുപോലെ തന്നെ വേറെന്താ, എൻ്റെ ജോലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഐ എം സ്റ്റിൽ വർക്കിംഗ് ആസ് എ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്. ഞാൻ HCA ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വിസ ഉള്ളത് കെയർ ഹോമിലാണ്. സ്റ്റിൽ ഞാൻ ഡൂയിങ് NHS ബാങ്കായിട്ട്, NHS ബാങ്ക് സ്റ്റാഫായിട്ടും വർക്ക് ചെയ്യുന്നു. അങ്ങനെ 2 സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ വാരിങ്ടൺ ആണ് നിൽക്കുന്നത്. അഗെയിൻ ഞാൻ പഠിച്ച ജോലിയാണോ ചെയ്യുന്നത് ചോദിച്ചാൽ അല്ല. പക്ഷേ ഐ ആം വെരി 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 സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി വിത്ത് വാട്ട് ഐ ആം ഡൂയിങ്. ഐ ലവ് വാട്ട് ഐ ആം ഡൂയിങ്. കുറേ പേര് എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ എന്താ പറയുക, ഒരു ലൈഫിൽ എന്താ പറയുക, അവരുടെ ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താ പറയുക, അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ നമ്മളങ്ങനെ ആക്കിയിട്ടൊക്കെ പറയും, ഓ കെയർ ഹോമിൽ വേറെ ജോബ് മാറാൻ നോക്കട്ടോ, കെയർ ഹോം എന്താ എപ്പോഴും ഇങ്ങനെ അപ്പി എപ്പോഴും അപ്പിയല്ലേ, എന്ത് ജോലിയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇത്രയും എൻജോയ് ചെയ്തിട്ടും ഇത്രയും പീസ്ഫുള്ളായിട്ടും ഇത്രയും മനസ്സമാധാനത്തിലും ചെയ്യുന്ന ജോലി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സമാധാനം പറഞ്ഞാൽ അത് ഡിപ്പെൻസ് അപ്പോൺ എന്താണ്, ഹറിബറിയൊക്കെ ഉണ്ടാവും, അതല്ല പറഞ്ഞ്. മനസ്സമാധാനം മീൻസ് നമ്മൾ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നാൽ നമുക്ക് ടെൻഷനില്ല, നമുക്ക് എന്താ പറയുക, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരുവിധ സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല. കുറേ പേര് ഇങ്ങനെ റീസെൻ്റ്ലി ആത്മഹത്യ വരെ ചെയ്തില്ലേ, ഈ വർക്കിൻ്റെ പ്രഷർ കാരണം. അങ്ങനത്തെ ഒരു വർക്ക് പ്രഷറോ, എക്സോസ്റ്റഡ് ആവും ഓഫ് കോഴ്സ്. നമ്മളതൊരു ഫിസിക്കൽ ജോബാണ്, ഒരു ഫിസിക്കൽ എബിലിറ്റി വേണ്ട ഒരു ജോബാണ്. ബിക്കോസ് വി ആർ ലൈക്ക്, നമ്മൾ കുറേ കുറേ എന്താ പറയുക, മെഷീൻസും പിന്നെ ആളുകളെ ലിഫ്റ്റ് ചെയ്യണം, അങ്ങനെ കുറേ ലിഫ്റ്റ് ചെയ്യല്ല, റോൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. അത് വേണ്ടൊരു ജോലി തന്നെയാണ്. അപ്പോൾ എക്സോസ്റ്റഡ് ആവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ടെൻഷനില്ല, നമ്മൾ ഫ്രീ ആണ്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം, നമ്മുടെ പാഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലി സംബന്ധിച്ച കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാനില്ല. ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും വീട്ടിലും എൻ്റെ ഫാമിലിയിലൊന്നും പറഞ്ഞ് അവരും കൂടെ സ്ട്രെസ്സാക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്കില്ല. അത് വലിയൊരു ബ്ലെസ്സിങ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നും. കാരണം ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ആൾക്കാരെ, അതായത് അവർ എന്താ പറയുക, ജോലി സംബന്ധമായിട്ടും അവരുടെ കാര്യങ്ങൾ പ്രഷർ അവരുടെ ഫാമിലിയിൽ വന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാവരെയും ആ ഒരു കാര്യത്തിൽ സ്ട്രെസ് ഔട്ട് ചെയ്യുന്നത് ഞാൻ നല്ലോണം കണ്ടിട്ടുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ബാക്കിയുള്ളവർക്കും കൂടെ എന്താ പറയുക ആക്കുന്നൊരു സാഹചര്യം കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. അങ്ങനത്തെ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ വിഷമോ ഒന്നും ഈ ജോലി കൊണ്ട് ഇല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, എൻ്റെ ഡ്രീംസിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഞാൻ ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഒരിക്കലും പറയില്ല ഈ ഒരു ജോബിനെ ഭയങ്കര വലിയ ലെവലിലേക്ക് ആക്കുന്നൊന്നും. പക്ഷേ ദിസ് ഈസ് എ ട്രാൻസ്ഫോമിങ് പീരിയഡ് ഫോർ മീ. ഐ മീൻ എൻ്റെ ഗോൾ എന്ന് പറയുന്നത്, എൻ്റെ എയിം എന്ന് പറയുന്നതൊന്നും ഇതല്ല. പക്ഷെ ആ ഒരു എയിമുകൾക്കും ഗോളുകൾക്കും എത്താനുള്ളൊരു പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. കാരണം എനിക്ക് ടു പ്രിപ്പയർ മൈസെൽഫ് ആൻഡ് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു പ്രായത്തിൽ എന്താ പറയുക, ചെയ്തിരിക്കേണ്ട കുറേ സംഭവങ്ങൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ മീൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്യാം, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാം, വീട്ടിലത്തെ കാര്യങ്ങളിൽ ഏർപ്പെടാം. ഐ മീൻ എൻ്റെ മോൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുൾ ടൈം വീഡിയോ കോളിലാണ്. അപ്പോൾ വീഡിയോ കോളിൽ പഠിപ്പിക്കാമെന്നല്ല, എപ്പോഴും ഒരു കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനുള്ള സമയം കിട്ടാറുണ്ട്. എസ്പെഷ്യലി ഞാൻ നൈറ്റാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഡേയിൽ ഫുള്ളി അവൈലബിൾ ഇരിക്കും. അപ്പോൾ വീട്ടുകാരായിട്ട് എപ്പോഴും കണക്ഷനിലിരിക്കാനും എനിക്ക് നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യാനും അങ്ങനെ എല്ലാത്തിനും ഒരു സമാധാനപരമായിട്ടുള്ളൊരു ജോബാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ജോബിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡും ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ എൻ്റെ ഫീൽഡിലുള്ള ജോബ് നോക്കാത്തത്.
ടു ബി ഹോണസ്റ്റ് എൻ്റെ ഫീൽഡ് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. ഞാൻ ജോലി ചെയ്തതാണ് 2 വർഷം ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട്. എനിക്ക് തോന്നിയത് എനിക്ക് അങ്ങനെ ഒരു ഒപ്റ്റോമെട്രി ജോബ് ഭയങ്കര പേ ഉള്ളതാണ്. ഏത് രാജ്യത്ത് പോയാലും ഈവൻ ഈ രാജ്യത്ത് രജിസ്ട്രേഷൻ എടുത്താലും ഭയങ്കര പേയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ജോബാണ്. പക്ഷേ അങ്ങനത്തെ അതിലൊക്കെ ഉപരി ഞാൻ മാറ്റർ ചെയ്യണത് എന്താ വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണോ ചെയ്യുന്നത്, നമുക്ക് സന്തോഷമുണ്ടോ ആ ജോലി ചെയ്തിട്ട്, നമുക്ക് എന്താ പറയുക സന്തോഷമുണ്ടോ, അങ്ങനെ അതാണ് ഞാൻ നോക്കുന്നുള്ളൂ. എന്നാലാണ് നമുക്ക് ഓരോ ദിവസം ജോലിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓരോ ദിവസം അയ്യോ പോകണമല്ലോ, മറ്റേത് നമുക്ക് സ്കൂളിൽ പോകില്ലേ, ഇഷ്ടമില്ലാണ്ട് സ്കൂളിൽ പോകില്ലേ, അതുപോലെ ആയിരിക്കും നമ്മൾ ജോലിക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ജോലി ഭയങ്കര ഒരു ഇതാണ്. പിന്നെ എനിക്ക് എൻ്റെ സെയിം ഏജിലുള്ള നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഗേൾസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു ടീം വർക്കാണ് നമ്മൾ. അപ്പോൾ ജോലിക്ക് പോവുക ചെയ്യാന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഷിഫ്റ്റ് ഉള്ളതാണ് ആക്ച്വലി എനിക്ക് ഇഷ്ടം. കാരണം ഷിഫ്റ്റ് ഉള്ളതാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഒരു ഭാഗത്തിരുന്ന് ചെയ്യുന്നൊരു ജോലിയല്ല. എൻ്റെ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ പോലെ ഒരു മൂലയിലിരുന്ന് ഇങ്ങനെ ചെയ്യുന്ന എൻ്റെ ക്യാരക്ടറിന് എൻ്റെ ജോലിയായിട്ട് എന്താ പറയുക തീരെ മാച്ച് ചെയ്ത് പോവാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്യുമ്പോൾ. കാരണം ഞാൻ അത്യാവശ്യം പൊട്ടിത്തെറിപ്പാണ്. ഞാൻ പൊട്ടിത്തെറിപ്പ് മീൻസ് ഞാൻ എപ്പോഴും ആക്റ്റീവാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഇതല്ല, ഞാനിങ്ങനെ മൂലയിലിങ്ങനെ ചത്തിട്ടിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആയിക്കൊണ്ടാണ് ഞാൻ. ഇനിയിപ്പം ശരീരം കൊണ്ടാണെങ്കിലും എൻ്റെ മൈൻഡ് കൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഹറിബറി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എപ്പോഴും ഇങ്ങനെ സ്പോണ്ടേനിയസ് ആണ് ഓരോ കാര്യത്തിനും. അപ്പം എനിക്ക് ഒരു ലോങ് ഹവേഴ്സൊന്നും ഒരു സീറ്റിലിരുന്നിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിന് അത് ഇമ്പോസിബിളാണ്. എന്നെ അങ്ങനെ പിടിച്ചിരുത്തിയിട്ടൊരു ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും. ഞാൻ ഹാപ്പി ആവില്ല. എനിക്കിങ്ങനെ ഓൾ അറൗണ്ട് ജോലി ചെയ്യുന്ന ഇഷ്ടം. ഞാൻ പഠിക്കുന്ന സമയത്തായാലും ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എല്ലാ മേഖലയിലും ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഐ മീൻ കലോത്സവത്തിലായാലും എന്താ പറയുക പഠിക്കുന്ന കാര്യത്തിലായാലും അത്യാവശ്യമൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അത്യാവശ്യമില്ല നന്നായിട്ട് പഠിച്ചിരുന്ന ഒരു കുട്ടി, നല്ല മാർക്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലായാലും അതർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലായാലും പിന്നെ വേറെ കരകൗശല കാര്യങ്ങളുണ്ടാവില്ല അതിൻ്റെ കാര്യത്തിലായാലും ഒക്കത്തിൽ ഞാൻ അങ്ങനെ എൻ്റെ ഒരു കൈ കടത്താതിരുന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റും എപ്പോഴും എനിക്കുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടറും. പിന്നെ ഞാൻ യൂട്യൂബിൽ എന്താണ് ഇത്രയും കാലം ആക്റ്റീവ് അല്ലാതിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സംഹൗ ഐ ഫീൽ വെരി ഇൻസെക്യൂർ, ഭയങ്കര ഇൻസെക്യൂറായിട്ട് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. ഞാൻ എന്തോ ഒരു നിമിഷത്തിലാണ് ഞാനത് എൻ്റെ മോൻ്റെ കാര്യങ്ങളും എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പം എനിക്ക് എന്താ പറയുക എൻ്റെ ലൈഫ് എൻ്റെ മൈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ പേര് കാണാൻ വരും. എനിക്കറിയാം, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ സ്റ്റോറി ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ ഒരു ഡിവോഴ്സിനുള്ള പ്രചോദനം ഞാൻ ഒരിക്കലും അറിയില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാത്തവർക്കാണെങ്കിൽ അതൊന്ന് മുൻകൂട്ടി കാണാനുള്ളൊരു അവസരം, അതുപോലെ സ്റ്റിൽ ഒരു ഹാപ്പി അല്ലാത്ത ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഒരു സമാധാനത്തിനും അല്ലെങ്കിൽ പിന്നെ എൻ്റെ പോലെ സിംഗിൾ മദേഴ്സ് ആയ ആൾക്കാർക്കുള്ളൊരു മോട്ടിവേഷനും ഒക്കെ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ കഥ പറയാം. ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. എനിക്കത് കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അത് പറയണമെന്ന് തോന്നിയാൽ ഞാൻ എന്തായാലും ഒന്ന് പറയും. ഡിപ്പെൻസ് അപ്പോൺ മൈ മൂഡ് എന്ന് പറയാം. പക്ഷെ ഒരു 100-ൽ ഒരു 70% എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് എന്താ പറയുക പബ്ലിക്കിൽ നിന്നും എന്താ പറയുക പബ്ലിക്കിലേക്ക് ഇറക്കണ്ട എൻ്റെ പേഴ്സണൽ ലൈഫ് എന്നുള്ളൊരു അഭിപ്രായമുള്ള കൂട്ടത്തിലാണ്. മേ ബി മാറുമെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർ പറയും ഞാൻ ഭയങ്കര എന്താ പറയുക ഇതാണെന്ന് എല്ലാം പറയും ഞാനെന്ന്. ഐ മീൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കില്ല എന്ന് എന്നോട് പറയും. ഐ മീൻ എല്ലാം ഞാൻ തന്നെ പറയുന്നു.
അങ്ങനെയാണ്. പക്ഷെ കാരണം അതെങ്ങനെ എന്താ വെച്ചാൽ പല പല ഉത്തരം പറയാമെന്ന് അറിയില്ല, പല വാക്ക് പറയാമെന്ന് അറിയില്ല, അങ്ങനെയാണെന്ന് പറയും ചിലർ. പക്ഷെ എന്താ അതിൻ്റെ കാര്യം എന്നറിയോ, നമ്മൾ എല്ലാ ഡിറക്ഷനിലും ചിന്തിക്കണം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഒരിക്കലും എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ യൂട്യൂബിൽ പറയില്ല, സോഷ്യൽ മീഡിയയിൽ കാണിക്കില്ല എന്ന് പറയാം. പിന്നെ ഒരു ലൈഫിൽ എനിക്കൊരു സാഹചര്യം വരികയാണ്, ഇങ്ങനെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം വരികയാണ്. അപ്പം ഞാൻ പറയേണ്ടി വരില്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കൂലേ എന്താ അന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറഞ്ഞു? അതുകൊണ്ട് നമ്മൾ എല്ലാ ഡിറക്ഷനിലും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഉത്തരം പറയാം. ആ ഉത്തരം ശരിയാണ്, ഈ ഉത്തരം ശരിയാണ്, ഏത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിലല്ല, ഒരു ഫോർ ദി പാസ്റ്റ് എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫിലൊരു പാസ്റ്റ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് ആകെ ഒരു 30% മാത്രമേ ഞാൻ എക്സ്പോസ് ചെയ്തിട്ടുള്ളൂ. 30% അല്ല, 20% ഒക്കെ എക്സ്പോസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ഞാൻ എൻ്റെ കണ്ടൻസാണ് ഇടുന്നത്. എൻ്റെ ട്രാവൽ കണ്ടൻസും പിന്നെ ലൈഫ് ഹാക്സ്, അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ കണ്ടൻസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ സഹതാപത്തിൻ്റെ കണ്ണിൽ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചിലപ്പം എന്താ പറയുക, നമ്മൾ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വിഷമങ്ങൾ പറയില്ലേ, അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു ലാസ്റ്റ് ഇട്ടത്. അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അതുപോലെ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ട് തോന്നി എനിക്ക്. പിന്നീട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നല്ല റീച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ നോ ദാറ്റ് യു ലവ് ടു എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ കഥ പറയണ്ടേ, നിങ്ങളെൻ്റെ ഫാമിലി അല്ലേ, അപ്പം ഞാൻ എന്തായാലും എൻ്റെ കഥ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കഥ പറയാൻ തുടങ്ങി എന്താ അറിയൂ, ഞാൻ കരയും. അതാണ് പ്രശ്നം. ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും, ഭയങ്കര സെൻസിറ്റീവ് ആവും, വേറെ ക്യാരക്ടർ സ്വിച്ച് ആവും എൻ്റെ പേഴ്സണൽ ലൈഫ് പറയാൻ തുടങ്ങിയാൽ. ഇൻഷാ അല്ലാ സമയമാകുമ്പോൾ ഞാനെല്ലാം പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വാരിങ്ടൺ വന്നതിന് ശേഷമായാലും എനിക്ക് പുതിയ പരിചയപ്പെട്ട ആൾക്കാരും ഒക്കെ എന്താ പറയുക, എനിക്കൊരു ലിവർപൂളുള്ള പോലെ അല്ലായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഐ ലാക്ക് മോട്ടിവേഷൻ. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ തള്ളാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറച്ച് പേരൊക്കെ പറയുമായിരുന്നു, ഞാൻ ഭയങ്കര തള്ളാണ് എന്നൊക്കെ. അങ്ങനെയൊക്കെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ ഷോക്കേസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഇതാവാൻ വേണ്ടിയിട്ടും എൻ്റെ കണ്ടൻസൊക്കെ റീച്ച് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അത്യാവശ്യമല്ല, ഞാൻ എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിങ്ങിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓവർ എക്സ്പ്രസീവ് ആണോ എല്ലാ കാര്യത്തിലും, അതിപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്രഷൻ ആയാലും പറയുന്ന കാര്യങ്ങളിലുള്ള എക്സ്പ്രഷൻ ആയാലും ഞാൻ ഭയങ്കര ഓവർ എക്സ്പ്രസീവാണ്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ടൊക്കെ എന്നെ കുറച്ച് പേര് അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഐ ഫീൽ വെരി ഇൻസെക്യൂർ. എനിക്ക് കണ്ടൻസൊക്കെ പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഹാക്സൊക്കെ ഇടുമ്പോൾ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടും അതൊക്കെ ചൊല്ലിയിട്ടൊക്കെ നമ്മളങ്ങനെ കളിയാക്കും, ഒരു ബുള്ളി ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടായ കാരണമാണ് ഞാൻ യൂട്യൂബൊക്കെ കുറച്ച് സമയത്തൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. യാ ലിവർപൂളാകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഞാനായിരുന്നു, ഭയങ്കര മോട്ടിവേഷനായിരുന്നു. എവിടെ നോക്കിയാലും ഏത് ഫ്രണ്ട്സിനെ കണ്ടാലും അവരൊക്കെ എന്നോട് വീഡിയോ ചെയ്യണം കേട്ടോ, വീഡിയോ അടിപൊളിയാണ്, ഇനിയും ചെയ്യണം, സൂപ്പറാണെന്നൊക്കെ പറയൽ. അതുപോലെ തന്നെ പത്മ ആയാലും എനിക്ക് പത്മ സ്റ്റിൽ എൻ്റെ മോട്ടിവേറ്ററാണ്. എന്ത് നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ ചെയ്താലും, കുഞ്ഞു വല്ല എന്താ പറയുക കാര്യങ്ങൾ ചെയ്താലും അടിപൊളി, നീ ഇനിയും ചെയ്യണം, അടിപൊളി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ എന്താ പറയുക മോട്ടോറാക്കും എന്ന് അറിയില്ലേ, എനിക്ക് അങ്ങനെയാണ് മോട്ടിവേഷൻ കിട്ടുള്ളൂ കേട്ടോ. അത് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ തന്നെ ഒരാൾ താത്തി കെട്ടിയിട്ട് അതൊന്നൊരു മോട്ടിവേഷൻ എന്താ പറയുക എനിക്ക് കിട്ടൂല. എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് അതിന് മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ഒരു ഇൻസെക്യൂരിറ്റി കാരണമാണ് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലാതിരുന്നത്. പക്ഷേ ഐ ഡോണ്ട് കെയർ, ഞാൻ ഇനി ചെയ്യും. അതും ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്, അതൊരു ലൈഫിൻ്റെ ഭാഗമാണ്. അത്ര ആൾക്കാരെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ആസ് എ
സോഷ്യൽ മീഡിയ പേഴ്സൺ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എന്താ പറയുക ബുള്ളിങ്ങും ആ ഒരു കളിയാക്കലും ആ ഒരു എന്താ പറയുക ആക്കിപ്പറച്ചിലും ഊക്കലും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മളെ മൈൻഡ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് എനിക്കിതൊന്ന് മനസ്സിലായത്. അല്ലാതെ ബാക്കിയുള്ളവരെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മളെ മൈൻഡ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ആരെയും അങ്ങനെ എൻ്റെ വാക്കുകൊണ്ടൊന്നും ഞാൻ ആരെയും ഹെർട്ട് ചെയ്യലില്ല, തീരെ ശ്രമിക്കാറില്ല. ഇനി അറിയാതെ എങ്ങാനും ഹെർട്ട് ചെയ്തെങ്കിലായി എന്നല്ലാണ്ട് ഞാൻ ഒരാളെ പേഴ്സണലി അയാൾ എന്ത് ചെയ്യുന്നു അയാൾ എന്ത് ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ആരും ഞാൻ ബുള്ളി ചെയ്യാനോ ആരും ഞാൻ കളിയാക്കാനോ ഒന്നും പോവാറില്ല കേട്ടോ. എങ്ങാനും ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലാതെ ഞാൻ പർപ്പസ്ഫുള്ളി ഞാൻ ഒരാളെയും എൻ്റെ വായ കൊണ്ടോ എൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ ഒരാളെയും ഞാൻ ഡിമോട്ടിവേറ്റ് ആക്കലില്ല. മോട്ടിവേറ്റ് ആക്കുന്നുള്ളൂ എല്ലാത്തിലും. അവരെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിലായാലും ട്രാവലിങ്ങിൻ്റെ കാര്യത്തിലായാലും അങ്ങനത്തെ എല്ലാ കാര്യത്തിലായാലും പിന്നെ ജോലിയുടെ കാര്യമായാലും ഒക്കെ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്യും. അവർക്ക് എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആവുക എന്നുള്ള ഒരു കാര്യങ്ങളെ ഞാൻ പറയലുള്ളൂ കേട്ടോ, ഞാൻ ചെയ്യലുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെ എല്ലാം കിട്ടുന്നതും കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ. സോ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നമ്മളെ മെൻ്റലി. പിന്നെ നമ്മൾ എന്താ പറയുക കെയർലെസ് ആവുക. അങ്ങനത്തെ ഒരു 1000-ൽ 1-2 പേരൊക്കെ അങ്ങനെ ഉള്ളൂ എനിക്ക്. എൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക ഇത്രയും ഒരു എന്താ പറയുക ഒരു റീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഇത്രയും ഒരു സോഷ്യൽ മീഡിയ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 1000 സപ്പോർട്ടേഴ്സ് ഉണ്ട്. അതിൽ 1, 2, 3 പേരുള്ളൂ എനിക്കിങ്ങനെ. അപ്പം ഇവർ മൈനോറിറ്റി ആയിട്ടുള്ള ഇവരെ ഞാൻ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ചുറ്റും എന്നെ സപ്പോർട്ട് ചെയ്യണവരെന്നെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്നവരോ അതിൽ 1, 2 പേര് അങ്ങനെ ആയതിന് നമ്മൾക്കൊന്നും പറയില്ല. എല്ലായിടത്തും ഉണ്ടാവുമല്ലോ നെഗറ്റീവ് പീപ്പിൾസ്, എല്ലാത്തിലും ഇതാക്കണവരൊക്കെ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷേ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് വരും. അങ്ങനത്തെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ കുറച്ച് വിട്ട് നിന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന്. ഐ മീൻ യൂട്യൂബിൽ നിന്നും. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവാണ്, റീൽസ് ഇടലുണ്ട്, റീൽസ് ഇതിൽ ഷെയർ ചെയ്യലുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ റീല് കുറച്ചും കൂടെ ലോങ്ങിൽ നമുക്ക് ചെയ്യാം, പക്ഷേ ഷോർട്സ് വെറും 1 മിനിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ്. ഞാൻ കുറേ എന്തൊക്കെയോ സംസാരിച്ചു തോന്നുന്നു. അപ്പോൾ ഈ സംസാരിച്ചതൊക്കെ ഫുള്ളി കേൾക്കുന്ന കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. ആ കുറച്ച് പേരെ ഞാൻ വാല്യൂ ചെയ്യുന്നു. ബിക്കോസ് അവരെന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരെത്രയും സമയം അവർ സ്പെൻഡ് ചെയ്തത്. സോ നിങ്ങളെൻ്റെ മുത്താണ്. ഐ വാല്യൂ യു. പിന്നെ എനിക്ക് പറ്റുന്നവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ വെറുതെ വരുന്ന ഹായ് ഹലോക്ക് ഞാൻ റിപ്ലൈ കൊടുക്കില്ല, ടു ബി ഹോണസ്റ്റ്. അല്ലാതെ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കണവർക്കോ അല്ലെങ്കിൽ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ച് ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട്. സോ എന്ത് സംശയം ഉണ്ടെങ്കിലും ഐ മീൻ ട്രാവൽ റിലേറ്റഡ് ആയിട്ടോ അല്ലാതെയോ ലൈഫ് ഹാക്സ് ആയിട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു പേജുണ്ട്, ഒരു എന്തോന്നാ അതിന് പറയുക ചാനലുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അതിലെൻ്റെ ലൈഫ് ഹാക്സൊക്കെ ഞാൻ ഇടലുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഹെൽത്തി ലൈഫ് ഹാബിറ്റ്സൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളുടെ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ എല്ലാവരും പോയിട്ട് എന്താ പറയുക ജോയിൻ ചെയ്യുക. അപ്പോൾ മോർ അപ്ഡേറ്റ്സ് കിട്ടും. എന്ത് സംശയം ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കാം. യാ, കീപ് സപ്പോർട്ടിങ് മീ. ബൈ ബൈ.